ചക്കയപ്പം തിന്നണമെന്ന് തോന്നിയപ്പോൾ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല കേട്ടോ. ചക്ക സീസൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ സിപ്ലോ കവറിലാക്കി ചക്ക ഫ്രീസറിലേക്ക് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു, കുരുവൊക്കെ മാറ്റി കളഞ്ഞ ശേഷം മിക്സിയുടെ ഈ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഇട്ടിട്ട് ഈ ചക്ക അടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വരട്ടി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് തേങ്ങയും 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അരക്കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാൻ 2 കപ്പ് എടുത്തത്. എന്നിട്ട് ഇളക്കിയിട്ട് ഇലയിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി, അധികം കനത്തിലല്ലാതെ പരത്തിയെടുക്കണേ. എന്നിട്ട് നമുക്കിത് ഒരു 15 മിനിറ്റ് ആവിയേറ്റി എടുക്കുമ്പോൾ അടിപൊളി ചക്കയപ്പം റെഡിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത്. അപ്പോൾ ചക്ക സീസൺ അല്ലെങ്കിലും നമുക്ക് ചക്കയപ്പം റെഡിയാക്കി എടുക്കാം.